ആത്മാവിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 51 സങ്കീർത്തനം 11 തിരുവചനം. ഹൃദയ തകർച്ചയോടെ, അനുതാപ ഹൃദയത്തോടെ കർത്താവിനോട് ദാവീദ് ഏറ്റുപറയുകയാണ്, അങ്ങേ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. എത്ര അർത്ഥസമ്പുഷ്ടമായ പ്രാർത്ഥനയാണിത്. കർത്താവേ, പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. ദാവീദ് ഇസ്രായേൽ മുഴുവന്റെയും രാജാവായിരുന്നു. അധികാരവും സ്ഥാനമാനവും പദവിയും സ്വാധീനവും ഇഷ്ടംപോലെ സമ്പത്തും ആൾബലവും സുഖസൗകര്യങ്ങളും എല്ലാം ദാവീദിന് ആവോളം ഉണ്ടായിരുന്നു. ദാവീദ് എന്താ കർത്താവിനോട് പറഞ്ഞത്? കർത്താവേ, എൻ്റെ രാജസ്ഥാനം എടുത്ത് കളയരുതേ, എൻ്റെ സുഖസൗകര്യങ്ങള്, എൻ്റെ സമ്പത്ത്, പദവികള്, എൻ്റെ അധികാരം, സ്വാധീനങ്ങൾ എടുത്ത് കളയരുതേ എന്നല്ല. എന്തെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടാലും എൻ്റെ പൊന്നു കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ മാത്രം എന്നിൽ നിന്ന് എടുത്തു മാറ്റും. ഇത് ജ്ഞാനമുള്ള പ്രാർത്ഥനയാണ്. ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ദുരന്തം എന്താണെന്ന് ദാവീദ് ജീവിതത്താൽ കണ്ടതാണ്. ദാവീദ് സാവൂളിന്റെ പരാജയം നേരിട്ട് അനുഭവിച്ചവനാണ്. ദാവീദിന് മനസ്സിലായി, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതം തികച്ചും നാശപൂർണമാണ്. ദാവീദിനോട് ചേർന്ന് നമുക്കും പറയാം, കർത്താവേ, ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പലവിധ നഷ്ടപ്പെടലുകളൊക്കെ ഞങ്ങളുടെ ജീവിതങ്ങളിലുണ്ട്. എന്തൊക്കെ നഷ്ടപ്പെട്ടാലും പരിശുദ്ധാത്മാവിനെ, പരിശുദ്ധാത്മ സാന്നിധ്യം, പരിശുദ്ധാത്മ അഭിഷേകം, പരിശുദ്ധാത്മ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം കർത്താവേ എടുത്തു കളയരുതേ എന്നുള്ളൊരു പ്രാർത്ഥനയോടെ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുക. ഈ ലോകത്തിലെ മറ്റെന്തിനേക്കാളും വിലപ്പെട്ടതായി നാം പരിശുദ്ധാത്മാവിനെ വിലമതിക്കണം. അത് അതുല്യമായ ദൈവിക ദാനമാണ്. കർത്താവ് ഒരു ആത്മാവിനെ സ്നേഹിക്കുമ്പോൾ ആത്മാവിലേക്ക് പകരുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ദാനമാണ് തന്റെ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ സ്നേഹിച്ചും അവിടുത്തെ ആശ്രയിച്ചും കൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുക. നമ്മൾ മനസ്സ് തുറക്കണം. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ആകുലതകളും ഉത്കണ്ഠകളും, നമ്മൾ വിഷമിപ്പിക്കുന്ന നിരവധിയായ പ്രതിസന്ധികള്, പ്രതികൂലങ്ങള്, നമ്മുടെ മുൻപിൽ അടഞ്ഞു കിടക്കുന്ന നിരവധിയായ വാതിലുകള്, പ്രതിബന്ധങ്ങളുടെ മലകള്, ഇതെല്ലാം സർവശക്തരായ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. എല്ലാവരും ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചേ. ഇത് കൃപയുടെ സമയമാണ്. ദൈവത്തിന്റെ അരൂപി നിനക്ക് വേണ്ടി ഇടപെടുന്ന സമയം. സ്വർഗം വിട്ടിറങ്ങി ദൈവത്തിന്റെ അത്ഭുത ശക്തിയായി അനേകമായിരങ്ങളിൽ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്ന സമയം. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് വിളിച്ച് പ്രാർത്ഥിച്ച് സ്നേഹത്തോടെ ദൈവത്തിന്റെ ആത്മാവിനെ വിളിച്ച്, പരിശുദ്ധാത്മാവേ, 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 നമുക്ക് വലിയ ആഗ്രഹത്തോടെ നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവ് നിറയുക. നമ്മുടെ കുടുംബങ്ങൾ, കൂട്ടായ്മകൾ, ദേശങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, തലമുറകളെല്ലാം പരിശുദ്ധാത്മ അനുഭവമുള്ള ഇടങ്ങളായി മാറുവാൻ നമുക്കൊന്നു ചേർന്ന് ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ട് 3 പ്രാവശ്യം ഹൃദയം തുറന്ന് ഉച്ചത്തിൽ വിളിക്കാം, പരിശുദ്ധാത്മാവേ.
പരിശുദ്ധാത്മാവേ, 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 ഹോളി സ്പിരിറ്റ് പതിനായിരങ്ങളിൽ നിറയണമേ, ജനലക്ഷങ്ങളിൽ നിറയണമേ, അനേക ജീവിതങ്ങൾ ഉണർത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമടിച്ച് എല്ലാം മറന്ന് ഒരു മനസ്സോടെ പാടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറഞ്ഞൊഴുകുന്ന സമയം, പരിശുദ്ധാത്മ കാറ്റ് അനേകം ആയിരങ്ങളിൽ വീശിയടിക്കുന്ന സമയം, എല്ലാം മറന്ന് ആഗ്രഹിച്ച് ആത്മാവേ, ആത്മാവേ, ദൈവത്തിന്റെ റൂഹയായി വീശുക. ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിൽ, കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ. ഹോളി സ്പിരിറ്റ് മൂവ്. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. പാപബോധത്താൽ ജനം കരഞ്ഞിടട്ടെ, നീതിബോധത്താൽ ജനം ഉണർന്നിടട്ടെ. പാപബോധത്താൽ ജനം കരഞ്ഞിടട്ടെ, നീതിബോധത്താൽ ജനം നിറഞ്ഞിടട്ടെ. പാപബോധത്താൽ ജനം കരഞ്ഞിടട്ടെ, നീതിബോധത്താൽ ജനം നിറഞ്ഞിടട്ടെ. പാപബോധത്താൽ ജനം കരഞ്ഞിടട്ടെ, നീതിബോധത്താൽ ജനം നിറഞ്ഞിടട്ടെ. ന്യായവിധിയുണ്ടെന്ന് ഓർത്തിടട്ടെ, ആത്മമാരി എങ്ങുമേ പെയ്തിടട്ടെ. ന്യായവിധിയുണ്ടെന്ന് ഓർത്തിടട്ടെ, ആത്മമാരി എങ്ങുമേ പെയ്തിടട്ടെ. അന്ത്യകാലമായല്ലോ, അന്ത്യനാളടുത്തല്ലോ, മറന്നു പോകാൻ ആത്മശക്തി ഏറ്റെടുത്തിടാം. അന്ത്യകാലമായല്ലോ, അന്ത്യനാളടുത്തല്ലോ, ആത്മശക്തി ഏറ്റെടുത്തിടാം. നിരത്തിലെ കാറ്റ് വീട് അടിച്ചിടട്ടെ, സ്വർഗത്തിലെ തീ ഇവിടെ കത്തിയിടട്ടെ. ആമേൻ, ആമേൻ. ദൈവത്തിന്റെ തീയായി ഇവിടെ കത്തിയിടട്ടെ. അന്ത്യകാലമായല്ലോ, അന്ത്യനാളടുത്തല്ലോ, മറന്നു പോകാൻ ആത്മശക്തി ഏറ്റെടുത്തിടാം. അന്ത്യകാലമായല്ലോ, പരിശുദ്ധാത്മാവിന്റെ മാറി ലോക ജനതയുടെ മേൽ പെയ്തിറങ്ങട്ടെ, ലോകരാജ്യങ്ങളിൽ പെയ്യട്ടെ, ഭൂഖണ്ഡങ്ങളിൽ പെയ്യട്ടെ, എല്ലാ ജനപദങ്ങളിലും പരിശുദ്ധാത്മ വർഷം ഉണ്ടാവട്ടെ, പരിശുദ്ധാത്മ മാരി ഉണ്ടാവട്ടെ, പെന്തക്കോസ്തിന്റെ കാറ്റടിക്കട്ടെ, പെന്തക്കോസ്തിന്റെ ശക്തി നിറയട്ടെ. കരങ്ങൾ ഉയർത്തി എല്ലാം മറന്ന് പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റിനാൽ നിറയുവാൻ, പരിശുദ്ധാത്മാവിന്റെ പുതുബലത്താൽ പുത്തൻ ശക്തിയാൽ നമ്മളെല്ലാം പൂരിതരാകുവാൻ ഒരു മനസ്സോടെ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ റൂഹായേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആയിരങ്ങളിലേക്ക് വരണമേ, പതിനായിരങ്ങളിലേക്ക് വരണമേ. പരിശുദ്ധാത്മാവിന്റെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ, രാജ്യങ്ങൾ ഉണർത്തണമേ, നിങ്ങളുടെ ആത്മാക്കളെ ജ്വലിപ്പിക്കണമേ, തീ പിടിപ്പിക്കണമേ. തീ പിടിച്ച ആത്മാക്കളായി ഞങ്ങളെല്ലാം മാറ്റപ്പെടുവാൻ പരിശുദ്ധാത്മാവെ കൃപ ചെയ്യണമേ. കുടുംബങ്ങളെ സന്ദർശിക്കണമേ, കൂട്ടായ്മകളെ സന്ദർശിക്കണമേ, പൈശാചി കെട്ടുകൾ പൊട്ടിക്കണമേ, നാരിക തുകകൾ ഒടിക്കണമേ, ഹൃദയ കഠിനത മാറ്റണമേ. അനുതാപം, 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 മാനസാന്തരം നൽകണമേ. പരിശുദ്ധാത്മാവേ, മാനസാന്തരങ്ങൾ നൽകണമേ. പരിശുദ്ധാത്മാവേ, ആഴമേറിയ അനുതാപം നൽകണമേ. തിരുസഭയ്ക്ക് മാനസാന്തരങ്ങൾ നൽകണമേ, തിരുസഭയ്ക്ക് മാനസാന്തരങ്ങൾ നൽകണമേ. യഥാർത്ഥമായ മാനസാന്തരങ്ങൾ സഭയിലേക്ക് നൽകണമേ. സഭയെ അനുഗ്രഹിക്കണമേ, സഭയെ ശക്തീകരിക്കണമേ. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മ മാതാവേ, വചനത്തിന്റെ അമ്മേ, പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയെ, നിങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവിൽ ആഴമുള്ള അനുതാപമുള്ളവരാകുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആമേൻ, ഹല്ലേലൂയ. വചനം ധ്യാനിക്കുമ്പോ പ്രിയ ദൈവമക്കളെ,
നമ്മുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവിനാൽ ഉണർത്തുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന അനുതാപവും ആത്മപകർച്ചയും. അനുതാപവും ആത്മപകർച്ചയും. ഈ നാളുകളിൽ നമ്മൾ ഏറ്റവും അധികം അന്വേഷിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെയാണ്. പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെയാണ്. പരിശുദ്ധാത്മാവാണ് സഭയിലും ലോകത്തിലും ജീവൻ നിലനിർത്തുന്നത്. പരിശുദ്ധാത്മാവാണ് എല്ലാ ആത്മീയ ശുശ്രൂഷകളുടെയും ഉറവിടം. പരിശുദ്ധാത്മാവാണ് സഭയെ തിരുസഭയാക്കി മാറ്റുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളാണ് നമ്മുടെ ജീവിതങ്ങളെ അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും നിത്യജീവനിലേക്കും ഇവാഞ്ചലൈസേഷനിലേക്കും ആത്മശക്തിയിലേക്കും എല്ലാം നയിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ ശുഷ്കമായാൽ എല്ലാം നിർജീവമാവുകയാണ്, എല്ലാം ഡെഡാവുകയാണ്. എവിടെയും ജീവന്റെ തുടിപ്പ് വെളിപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ സജീവമാകണം. അനുതാപവും ആത്മപകർച്ചയും ഇത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. കർത്താവിൻ്റെ വചനങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുവാൻ കഴിയും, ഒരു വ്യക്തി എന്തുമാത്രം ആത്മാവിൽ അനുതാപമുള്ള വ്യക്തിയായി മാറുന്നുവോ അതിനനുസരിച്ച് ആ വ്യക്തിയിൽ അഭിഷേകത്തിന് അളവ് വർദ്ധിക്കുകയാണ്. അഭിഷേകം ഇൻക്രീസ് ചെയ്യപ്പെടുകയാണ്. പരിശുദ്ധാത്മാവ് അധികമായ വ്യക്തിയെ ഉപയോഗിക്കുകയാണ്. അനുതാപത്തിന്റെ ആഴം കൂടും തോറും അഭിഷേകത്തിന്റെ കനം വർദ്ധിക്കുകയാണ്. ഇത് മാറ്റമില്ലാത്ത ഒരു വ്യവസ്ഥയാണ്. എന്റെ സഹോദര സഹോദരി, പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റിൽ നിറയപ്പെടാൻ നീ ആഗ്രഹിക്കുന്നുവോ? പരിശുദ്ധാത്മാവിന് അധികമായ അഭിഷേകത്താൽ പൂരിതയാകുവാൻ നീ അഭിലഷിക്കുന്നുവോ? എന്താണ് ദൈവത്തിന്റെ അരൂപി നിന്നോട് പറയുന്നത്? ആഴമായ അനുതാപം. അനുതാപമുള്ള ആത്മാവിലാണ് പരിശുദ്ധാത്മാവ് റെസ്റ്റ് ചെയ്യുന്നത്. ഹോളി സ്പിരിറ്റിന്റെ റെസ്റ്റിംഗ് പ്ലേസ് അനുതാപമുള്ള ആത്മാവാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ ലാൻഡ് ചെയ്യണമെങ്കിൽ, സ്ഥിരതയോടെ വസിച്ച വ്യക്തിയെ ആക്റ്റീവ് ആക്കണമെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം നിരന്തരമായ മാനസാന്തരത്തിന് അനുതാപത്തിന്റെ ജീവിതത്തിലൂടെ കടന്നു പോകണം. ഇന്ന് നമ്മുടെ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ, ആത്മീയ ശുശ്രൂഷ മണ്ഡലങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ ക്ഷയിച്ചു പോയതിന് കാരണം നമ്മുടെ ഹൃദയത്തിന്റെ കഠിനതയാണ്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഹൃദയം കഠിനമായി പോയി. എപ്പോഴൊക്കെയോ നമ്മുടെ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞു. പ്രാർത്ഥിക്കുവാനുള്ള കൊതി നമുക്ക് പതുക്കെ നഷ്ടപ്പെട്ടു. വചനം വായിച്ച് വചനത്തിന്റെ ശക്തിയിൽ നിറയപ്പെടുവാനുള്ള ആഗ്രഹം എവിടെയൊക്കെയോ നമുക്ക് മങ്ങിപ്പോയി. പരിശുദ്ധ കുർബാനയിൽ നിന്ന് നമ്മൾ പ്രാപിച്ചെടുക്കുന്ന ഒരു ആത്മശക്തി ഉണ്ടായിരുന്നു. ദിവ്യകാരുണ്യത്തോടുള്ള ആഴമേറിയ ഭക്തിയും സ്നേഹവും നമുക്ക് എവിടെയൊക്കെയോ മങ്ങലേറ്റുപോയി. തൽഫലമായി അറിയാതെ അല്പമായി നമ്മുടെ ഹൃദയം കഠിനമായി മാറി. അനുതാപം കുറയാൻ തുടങ്ങി. മാനസാന്തരത്തിന് ജീവിതം നഷ്ടപ്പെടാൻ തുടങ്ങി. തൽഫലമായി പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് നമ്മിൽ ശുഷ്കമായി. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആത്മശോധന ചെയ്യേണ്ട സമയങ്ങളാണിത്. കോവിഡിന്റെ 3ാം തരംഗമൊക്കെയായിട്ട് നമ്മൾ ഇങ്ങനെ അതിനോട് ചേർന്ന് ജീവിച്ചു മുന്നോട്ട് പോകുമ്പോൾ ഈ പ്രതിസന്ധിയുടെ നാളുകളിൽ സ്വർഗത്തിന് നൽകുവാനുള്ള മുന്നറിയിപ്പ് ഇതാണ്. ഇത് ആത്മശോധനയുടെ നാളുകളാണ്.
ദൈവജനം ആത്മശക്തി ഏറ്റെടുക്കേണ്ട സമയമാണിത്. ആത്മശക്തിയുടെ മുൻപിൽ നിൽക്കുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല പ്രിയപ്പെട്ടവരെ. ആത്മശക്തിയെ എതിർത്ത് മുന്നേറുവാൻ ഒരു 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 പവറിനും സാധ്യമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അനുതാപത്തിന്റെ അളവനുസരിച്ച് അഭിഷേകത്തിന്റെ ലെവല് പെരുകുകയാണ്. കർത്താവേ, അനുതാപം തരണമേ. പരിശുദ്ധാത്മാവേ, ആഴമേറി അനുതാപം നൽകണമേ. അനുതപിക്കാൻ കൃപ തരണമേ. ചങ്കുപൊട്ടി ഞാനും നിങ്ങളും നിലവിളിച്ചു പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 38-ാം തിരുവചനം. പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ വചനത്തിലൂടെ കർത്താവിന്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? പെന്തക്കോസ്ത് ദിനത്തിൽ പരിശുദ്ധാത്മ ശക്തിയോടെ കർത്താവിന്റെ സുവിശേഷം പത്രോസ്ലീഹ പ്രസംഗിക്കുകയാണ്. ഈ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അവർക്ക് അനുതാപമുണ്ടായി. ചങ്കുപൊട്ടി നുറുങ്ങിയ ഹൃദയത്തോടെ പത്രോസ്ലീഹയുടെ അരികിൽ ചെന്ന് അവർ ചോദിച്ചു, വാട്ട് ഷാൽ വി ഡു? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് യേശുവിനെ വേണം, ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ വേണം, പെന്തക്കോസ്തിന്റെ ശക്തി കൊണ്ട് നിറയപ്പെടണം. വാട്ട് ഷാൽ വി ഡു? ഞങ്ങൾ അതിനായി എന്ത് ചെയ്യണം? എന്താണ് പത്രോസ്ലീഹ പറഞ്ഞത്? ഒന്നാമത് പറഞ്ഞു, റിപ്പന്റ്. നിങ്ങൾ അനുതപിക്കണം, പശ്ചാത്തപിക്കുവിൻ, നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ. അനുതപിക്കുക, റിപ്പന്റ്. ഇന്ന് പരിശുദ്ധാത്മാവ് സഭയോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൂതാണിത്. അനുതപിക്കുക. നമുക്കൊക്കെ ഒരുപാട് തലങ്ങളിൽ അനുതപിക്കാനുണ്ട് പ്രിയപ്പെട്ടവരെ. കർത്താവിന്റെ മുൻപിൽ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. നമ്മുടെ പ്രയോറിറ്റി മാറിപ്പോയി. നമ്മുടെ ഇൻട്രസ്റ്റുകൾ മറ്റു പലതിലുമായി. നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറി. നമ്മുടെ ബന്ധങ്ങളും സ്വാധീനങ്ങളൊക്കെ അത്രമാത്രം വലുതായി. പലപ്പോഴും അതിലൊന്നും കർത്താവില്ല. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അതിലൊന്നുമില്ല. കർത്താവ് ഒരു കോർണറിലായി പോയി. നമ്മളൊന്ന് പരിശോധിച്ച് നോക്കി, എവിടെയാ കർത്താവിന്റെ പൊസിഷൻ? എവിടെയാ കർത്താവിന്റെ സ്ഥാനം? എവിടെയാ പ്രിയപ്പെട്ടവർ? കർത്താവ് പറയുന്ന കാര്യങ്ങളിലാണ് നമ്മുടെ ഇൻട്രസ്റ്റ്. നമ്മുടെ ഇൻട്രസ്റ്റ് വേറെ പല കാര്യങ്ങളിലല്ലേ? ഇതാണ് ഈ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് നഷ്ടപ്പെട്ടു പോകുവാൻ അടിസ്ഥാന കാരണം. നമ്മുടെ പ്രയോറിറ്റി റീസെറ്റ് ചെയ്യേണ്ട സമയമായി എന്ന് ദൈവത്തിന്റെ അരൂപി നമുക്ക് ആലോചന തരികയാണ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ കുടുംബസ്ഥരെ, ബഹുമാനപ്പെട്ട സമർപ്പിതരെ, വന്യവൈദികരെ, ഇത് നമുക്കുള്ള സ്വർഗത്തിന്റെ ആലോചനയാണ്. നമ്മുടെ മുൻഗണന റീസെറ്റ് ചെയ്യേണ്ട സമയമായി. കർത്താവിന്റെ ഇൻട്രസ്റ്റ് ആണ് നമ്മൾ. അതിനായിരിക്കണം നമ്മുടെ മനസ്സും കണ്ണും കാതും മനസ്സും മുഴുവൻ. കർത്താവിന്റെ മനസ്സ് നിറവേറ്റുവാൻ, കർത്താവിന്റെ ആഗ്രഹങ്ങൾ നടപ്പിലാക്കുവാൻ. ഇവിടെ പത്രോസ്ലീഹ പറയുക, അനുതപിക്കുക, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും. ആത്മപകർച്ചയിൽ നമ്മൾ നിറയുവാൻ, സഭ മുഴുവനും പരിശുദ്ധാത്മാവിന്റെ അതിശക്തമായ അഭിഷേകത്താൽ നിറയപ്പെടുവാൻ സഭാമക്കൾ അനുതപിക്കണം. വന്യവൈദികർ അനുതപിക്കണം, സമർപ്പിതർ അനുതപിക്കണം, ആത്മായ പ്രേക്ഷിതർ അനുതപിക്കണം. സഭയുടെ ഓരോ മകനും മകളും അനുതപിക്കണം. അനുതപിക്കുവാൻ ഒരുപാട് തലങ്ങളുണ്ടിട്ടും ഒത്തിരി വിഷയങ്ങളിൽ അനുതപിക്കാനുണ്ട്. നമ്മൾ കർത്താവിനെ വേദനിപ്പിച്ചത്, കർത്താവിനെ സങ്കടപ്പെടുത്തിയത്, കർത്താവ് സഭയിൽ അപമാനിതനായതിൽ, കർത്താവിനെ നമ്മൾ അവഹേളിച്ചതിലൊക്കെ എന്തോരം നമ്മൾ അനുതപിക്കാനുണ്ട്. അനുതാപമില്ലെങ്കിൽ ആത്മപകർച്ചയില്ല. അനുതാപമില്ലെങ്കിൽ അഭിഷേകത്തിൽ വർധനവില്ല.
അനുതാപമില്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ വെളിപ്പെടുകയില്ല. ഇതിന്റെ എല്ലാം ഒരു ബേസ് അനുതാപമാണ്. പ്രവചനം 66:2 പറയുന്നില്ലേ, ആത്മാവിൽ അനുതാപവും ഹൃദയത്തിൽ എളിമയും എന്റെ വചനം ശ്രവിക്കുമ്പോൾ വിറക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ അനുഗ്രഹിക്കുന്നത്. എവിടെ അനുതാപമുണ്ടോ അവിടെ അനുഗ്രഹമുണ്ട്, അഭിഷേകമുണ്ട്. യെശയ്യാ പ്രവചനം 57:15 എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വചനമാണ്. ഇവിടെ കർത്താവ് പറയാണ്, അനുതാപികളുടെ ആത്മാവിനെയും വിനീതരുടെ ഹൃദയത്തെയും നവീകരിക്കുവാൻ ഞാൻ അവരോട് കൂടെ വസിക്കും, ഞാൻ അവരോട് കൂടെ റെസ്റ്റ് ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ആരോടുകൂടെയാണ് വസിക്കുന്നത്? അനുതാപമുള്ള ഹൃദയം, അനുതാപമുള്ള ഒരാത്മാവ്. എന്റെ സഹോദര സഹോദരി, നമ്മുടെ ഹൃദയത്തിൽ എന്തുമാത്രം അനുതാപമുണ്ട്. കർത്താവിനെ വേദനിപ്പിച്ചതിനോർത്ത്, കർത്താവിനെ സങ്കടപ്പെടുത്തിയതിനോർത്ത് ഞാൻ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുകയായിരുന്നു. എന്തുമാത്രം ചിന്തിച്ച്, കർത്താവെ അങ്ങ് എനിക്ക് എന്തുമാത്രം അവസരങ്ങൾ തന്നു പ്രാർത്ഥിക്കുവാൻ. വചനം വായിച്ചു വചനത്തിന്റെ ശക്തിയിൽ നിറയൂ. ദിവ്യകാരുണ്യത്തിൽ നിന്ന് കർത്താവിന്റെ സാന്നിധ്യം കൂടുതലായി സ്വീകരിക്കുവാൻ ഇത്രയേറെ അവസരങ്ങളും സാധ്യതകളും കർത്താവെ അങ്ങ് എനിക്ക് തന്നുവല്ലോ. പലപ്പോഴും ജീവിതത്തിന്റെ വ്യഗ്രതകളും തിരക്കുകളും, ആ മീറ്റിംഗ്, ഈ മീറ്റിംഗ്, പലവിധത്തിലുള്ള കോർഡിനേഷൻ, ഇതിലെല്ലാം ഇൻവോൾവ് ചെയ്ത് പലപ്പോഴും കർത്താവേ ഈ സാധ്യതകൾ നഷ്ടപ്പെടുത്തി പോയല്ലോ. ഞാൻ ഒന്ന് വൈകാരികമായി നിങ്ങളെ ഒന്ന് ഉണർത്താൻ പറയുന്നതല്ല പ്രിയപ്പെട്ടവരെ. ഈ ദിനങ്ങൾ ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്. നമ്മൾ എന്തുമാത്രം അവസരങ്ങൾ നഷ്ടപ്പെടുത്തി. അനുതപിക്കണ്ടേ? ദൈവം നൽകി എന്തുമാത്രം സാധ്യതകൾ നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. അനുതപിക്കണ്ടേ? കർത്താവിന്റെ അടുത്തിരിക്കേണ്ടതിന് പകരം നമ്മൾ അവിടെ ഇവിടെയും പോയിരുന്ന് മീറ്റിംഗുകൾ നടത്തി, ചർച്ചകൾ ചെയ്ത്, പലപ്പോഴും മറ്റു പല കാര്യങ്ങളിലും വ്യാപൃതരായി കർത്താവിന്റെ സന്നിധിയിൽ ചെലവഴിക്കേണ്ട സമയം ചെലവഴിക്കാതെ നഷ്ടപ്പെടുത്തി കളഞ്ഞില്ലേ? അനുതപിക്കണ്ടേ? അനുതപിക്കണ്ടേ? കർത്താവിനെ ആശ്രയിക്കാതെ എന്റെ മാനുഷികമായ ആസൂത്രണങ്ങളിലും അനുഭവങ്ങളിലും ശരണപ്പെട്ടുകൊണ്ട് ഞാൻ മുന്നോട്ട് പോയ നിമിഷങ്ങൾ ഉണ്ടായിട്ടില്ലേ? അനുതപിക്കണ്ടേ? എന്തുമാത്രം കാര്യങ്ങൾ അനുതപിക്കാനുണ്ട്. ഞാൻ ചിന്തിച്ചു, വിശുദ്ധമായ എത്രയോ കാര്യങ്ങൾ പലപ്പോഴും വേണ്ടത്ര ഒരുക്കമില്ലാതെ അലസനായി ഉദാസീനതയോടെ കർത്താവെ ഞാൻ നിർവഹിച്ചു. അനുതപിക്കുവാനുള്ള പല പല തലങ്ങളിലേക്ക് കർത്താവ് തന്റെ ആത്മാവിന്റെ വെളിച്ചം വീശിക്കഴിഞ്ഞപ്പോൾ ഒരു കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു. ദൈവമേ, എന്തുമാത്രം കാര്യങ്ങളെ ഓർത്ത് അനുതപിക്കാനുള്ളത്. അപ്പോസ്തല പ്രവർത്തനം 10:44. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സുവിശേഷ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുക. ഈ സുവിശേഷ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അനേകരുടെ ഹൃദയങ്ങളിൽ അനുതാപമുണ്ടായി. വചനത്തിലുള്ള വിശ്വാസം വർദ്ധിച്ചു. വചനത്തിലുള്ള ദൈവ സാന്നിധ്യം അവർ അനുഭവിക്കാൻ തുടങ്ങി. ജനത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. അനുതാപമുള്ള കൂട്ടായ്മകളിൽ, അനുതാപമുള്ള സഭാ സമൂഹങ്ങളിൽ, അനുതാപമുള്ള കുടുംബങ്ങളിൽ പരിശുദ്ധാത്മവർഷം, ആത്മപകർച്ചയുണ്ടാകും. ഇത് മാറ്റമില്ലാത്ത വ്യവസ്ഥയാണ്. പത്രോസിന്റെ പ്രസംഗ വിഷയം എന്തായിരുന്നു? ഈ ലോകത്തെ പറ്റിയുള്ള സുവിശേഷ പ്രസംഗമല്ല, നിത്യരക്ഷയെക്കുറിച്ച്. അത് മനസ്സിലാക്കണമെങ്കിൽ അപ്പോസ്തല പ്രവർത്തനം 11:14 വായിക്കണം. പത്രോസ് നിനക്കും നിന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുമെന്ന് ദൈവദൂതൻ കൊർന്നലിയൂസിന് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ക്രിസ്തുവിനോട് ലഭിച്ച സാൽവേഷൻ, അപ്പൊ സാൽവേഷനാണ്, രക്ഷയാണ് പത്രോസ് പ്രസംഗിച്ചത്. ജനത്തിന് അനുതാപം ഉണ്ടായി, മാനസാന്തരം ഉണ്ടായി, പരിശുദ്ധാത്മാവ് സമൂഹത്തിലേക്ക് വന്നു. നമ്മൾ അനുദപിക്കണം. ദൈവം ഈ നാളുകളിൽ നമ്മൾ കൂടുതൽ അനുദപിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. സമർപ്പിതരെ, എൻ്റെ അമ്മമാരെ നമ്മൾ അനുദപിക്കണം, ധാരാളം അനുദപിക്കണം. എൻ്റെ വന്യവൈദികരെ ചങ്ക പൊട്ടി നിലവിളിച്ച് അനുദപിച്ച് കർത്താവിന്റെ മുമ്പിൽ മാപ്പ് ചോദിക്കണം. നമ്മൾ അലസരായതിൽ, ഉദാസീനരായതിൽ, തീഷ്ണത മങ്ങിപ്പോയതിൽ,
സമർപ്പണം മാറിപ്പോയതിൽ, മുൻഗണന നീങ്ങിപ്പോയതിൽ എന്തുമാത്രം ആത്മായ ശുശ്രൂഷകരെ, എന്റെ സഹോദരങ്ങളെ നമ്മൾ അനുദപിക്കണ്ടേ. എങ്കിലാണ് അടുത്തൊരു നെക്സ്റ്റ് ലെവൽ ഓഫ് അനോയിന്റിങ് കർത്താവ് സഭയിൽ വെളിപ്പെടുത്തുന്നത്. അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായം 5-6 വചനങ്ങൾ. അവിടെ പീലിപ്പോസ് സമരിയ പട്ടണത്തിൽ പോയി ക്രിസ്തുവിന്റെ സുവിശേഷം പ്രഘോഷിക്കുക. 6-ാം വചനത്തിൽ പറയാണ്, അവൻ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ ജനം കണ്ടു. വെളിപ്പെട്ടു വരുന്ന വചനങ്ങൾ കേട്ട് ജനം കൂട്ടമായി മാനസാന്തരപ്പെട്ടു. മാസീവായ കൺവേർഷൻ. 1000 മാനസാന്തരപ്പെട്ടു, അനുദപിച്ചു. എന്താ ഉണ്ടായത്? സമരിയ പട്ടണത്തിന് മേൽ ശക്തമായ ആത്മവർഷം ഉണ്ടായി. ആത്മവർഷം. പരിശുദ്ധാത്മാവ് ഒരു കൊടുങ്കാറ്റിന്റെ ആരവത്തോടെ ആ പട്ടണത്തിന് മേൽ ഇറങ്ങി വന്നു. അത്ഭുത രോഗശാന്തികള്, അത്ഭുത ഡെലിവറൻസുകള്. പിശാചുകൾ അലറി വിളിച്ച് തങ്ങൾ ആവേശിച്ചവർ വിട്ടൊഴിഞ്ഞുപോയി. മുടന്തന്മാർ ചാടി എഴുന്നേറ്റു, അന്ധന്മാർ കണ്ടു, ചെകിടന്മാർ കേട്ടു, തറവാതി രോഗികൾ ബലം പ്രാപിച്ച് അവർ എഴുന്നേറ്റു നിന്ന് ദൈവത്തെ സ്തുതിച്ചു. അങ്ങനെ ആ നഗരം മുഴുവൻ വലിയ സന്തോഷം, ഗ്രേറ്റ് ജോയ്, വലിയ ആനന്ദമുണ്ടായി, ആത്മവർഷമുണ്ടായപ്പോൾ. ഇതാണ് ഇന്ന് സഭയ്ക്ക് ആവശ്യം. ഇതാണ് നമ്മുടെ കൂട്ടായ്മകൾക്ക് ആവശ്യം. ഇതാണ് നമ്മുടെ മിനിസ്ട്രികൾക്ക് ആവശ്യം. ഇതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ആത്മപകർച്ചയുടെ അനുഭവം. നമ്മുടെ മക്കൾക്ക് ഇതാണ് ആവശ്യം. അവർ വഴിതെറ്റില്ല. അവർ ലൗകികരും ജഡീകരും മ്ലേച്ഛരുമായി മാറില്ല. വിശ്വാസത്യാഗികളാവുകയില്ല. സഭയെ സ്നേഹിക്കുന്ന, വിശ്വാസത്തെ ജീവിക്കുന്ന, പരിശുദ്ധാത്മാവിന്റെ ജീവനുള്ള കൊടുങ്കാറ്റുകളായി അവർ സഭയിൽ തീപിടിച്ച ആത്മാക്കളായി മാറും. ഈ ആത്മപകർച്ചയുടെ അനുഭവം നമ്മുടെ മക്കൾക്കുണ്ടാകും. ഗ്രേറ്റ് ജോയ് എന്ന വലിയ സന്തോഷമുണ്ടായി. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമുക്ക് വേണ്ടത് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥനയിലേക്ക് അല്പം ഒന്ന് പിൻവാങ്ങണം. ജീവിതത്തിന് വലിയ തിരക്കുകളിൽ നിന്നൊക്കെ 1-2 ദിവസമെങ്കിലും പിന്മാറി അനുദപിക്കണം. എവിടെയാണ് ഞാൻ തെറ്റിപ്പോയത്? വീണ്ടും ആത്മപകർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കണം. അനേക മിഷണറിമാരെ അവരുടെ ശുശ്രൂഷകളിൽ അഭിഷേകം അല്പം മങ്ങി എന്ന് കാണുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങള് മന്ദീഭവിച്ചതായി അവർക്ക് ബോധ്യപ്പെടുമ്പോൾ അവർ പിൻവാങ്ങിക്കൊണ്ട് അവർ കൂടുതൽ ആത്മശക്തിക്ക് വേണ്ടി പുതുക്കം പ്രാപിക്കാൻ, നവീകരിക്കപ്പെടാൻ അവർ ദൈവസന്നിധി അനുദപിച്ച് പ്രാർത്ഥിക്കുന്ന എത്രയോ മിഷണറിമാരുടെ അനുഭവങ്ങളുണ്ട്. അനുതാപവും ആത്മപകർച്ചയും വളരെ പ്രധാനപ്പെട്ടതാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലും അഭിഷേകത്തിലും ജ്ഞാനത്തിലും നിറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആഴമേറിയ അനുതാപത്തിലേക്ക് നമ്മൾ കടന്നു വരണം. നമ്മുടെ ജീവിതങ്ങളെ താഴ്മയായി കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവിന് തിരുമുഖത്ത് കണ്ണുറപ്പിച്ച് ഈ വിശ്വാസയാത്ര വിശ്വസ്തയോടെ നയിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനായ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വ